എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ പാലാരിവട്ടം. ഞാൻ ഇന്ന് കിഡ്നി സ്റ്റോണിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. കിഡ്നി സ്റ്റോൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് മരുന്ന് കഴിച്ചും ഓപ്പറേഷൻ ചെയ്തും പലവട്ടം ഓപ്പറേഷൻ ചെയ്താലും ഇത് പൂർണ്ണമായിട്ട് മാറാതെ വീണ്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കിഡ്നി സ്റ്റോൺ വീണ്ടും വരുന്നത്? ഓപ്പറേഷൻ ചെയ്താലും മാറുന്നില്ല, മരുന്ന് കഴിച്ചാലും പിന്നെയും ഉണ്ടാവും. ഇതിനെന്താണ് ഒരു ശാശ്വത പരിഹാരം? തീർച്ചയായിട്ടും അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കല്ല് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ കല്ലിനെ നമുക്ക് കളയാൻ സാധിക്കുന്നത്, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം കിഡ്നിയിൽ കല്ല് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൂത്രത്തിൽ സോൾട്ട്, ആസിഡ്സ്, മിനറൽസ് എല്ലാം അടിഞ്ഞു കൂടിയിട്ടാണ് ഈ കല്ല് രൂപപ്പെടുന്നത്. അപ്പം കിഡ്നിയിൽ സ്റ്റോൺ ഉള്ള ഒരു രോഗിയുടെ മൂത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഡിഫറൻസ്. നമ്മുടെ നാട്ടിലെ ആയുർവേദ സയൻസിൽ പഴയ കാലങ്ങളിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കിഡ്നിയിൽ സ്റ്റോൺ ഉള്ള ഒരു രോഗിയുടെ യൂറിൻ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിൽ എടുത്തു വെക്കുക. സ്റ്റോൺ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ യൂറിനും ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിൽ എടുത്തു വെക്കുക. ഒരു 24 hours കഴിയുമ്പോൾ ആ രണ്ട് മൂത്രവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് പരിശോധിക്കുക. നോക്കിയാൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സ്റ്റോൺ ഉള്ള വ്യക്തിയുടെ യൂറിൻ്റെ ആ പാത്രത്തിൻ്റെ അടിയിൽ മട്ട് അല്ലെങ്കിൽ റെസിഡ്യൂ അടിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്, അടിയിൽ മട്ടും മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. രണ്ട് തട്ട് പോലെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ നോർമൽ സ്റ്റോൺ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ യൂറിൻ മുകളിലും താഴെ നോർമലായിട്ട് സെയിം ആയിട്ട് തന്നെ നിൽക്കും. അപ്പം ഇതാണ് ഒരു കിഡ്നിയിൽ സ്റ്റോൺ ഉള്ള ഒരു രോഗിയുടെ യൂറിൻ്റെ അവസ്ഥ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഡ്നിയിൽ കല്ല് രൂപപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, മൂത്രം ഹോൾഡ് ചെയ്യുന്ന. അതുതന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്, മൂത്രവേഗധാരണയാണ് സ്റ്റോണ് രൂപപ്പെടുന്നത്. എന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കാൻ നമുക്ക് മുട്ടിയാൽ നമ്മൾ എന്ത് ചെയ്തോണം? ഉടനെ മൂത്രം ഒഴിച്ചോണം. അതിനെ എത്ര നമ്മൾ ഹോൾഡ് ചെയ്യുന്നോ അത്രയും അത് ഡെപ്പോസിറ്റ് ആവും. ആ മെറ്റീരിയലാണ് പിന്നീട് കല്ലായിട്ട് രൂപപ്പെടുന്നത്. അപ്പം കിഡ്നിയിൽ കല്ലുള്ള ഓരോ രോഗിയും നമ്മൾ ഓർത്തോണം. ഈ യൂറിൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കല്ല് രൂപപ്പെടുന്ന എങ്ങനെയാണെന്നുള്ളത്. അപ്പം മൂത്രം കെട്ടിക്കിടക്കാനായിട്ട് അല്ലെങ്കിൽ ഹോൾഡായി കിടക്കാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ കിഡ്നിയിലെ കല്ല് ഒഴിവായി പോകും. ഇനി നമ്മൾ എവിടെ നോക്കിയാലും, ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും ഗൂഗിളിനോട് ചോദിച്ചാലും ഒക്കെ പറയുന്നത് വെള്ളം കുടിക്കാനാണ്. വെള്ളം കൂടി കുറവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതല്ല പ്രധാന റീസൺ. മെയിൻ റീസൺ എന്ന് പറയുന്നത് മൂത്രം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ വെള്ളം കുടിച്ചാലും, വെള്ളം കൂടി കുറഞ്ഞു പോയാലും കിഡ്നി സ്റ്റോണിന് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും. യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോണിന് സാധ്യതയുണ്ട്. പക്ഷേ പ്രധാന റീസൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂത്രവേഗധാരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്രം കൃത്യസമയത്ത് നമ്മൾ ഒഴിക്കണം എന്ന് തോന്നിയാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തോണം? അത് പുറത്തേക്ക് കളയണം. ഇല്ല എങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കും. പിന്നീട് നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം കുടിക്കുക. ഒരു വ്യക്തിയുടെ നോർമൽ വെള്ളം എന്ന് പറയുന്നത്, വെള്ളം കുടിക്കേണ്ട അളവ് എന്ന് പറയുന്നത് 25 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള ശരാശരി അളവിൽ വേണം നമ്മൾ വെള്ളം കുടിക്കാൻ. അത് ഒരു 75 കിലോ വെയിറ്റ്, ആവറേജ് 75 kg വെയിറ്റ് ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അതിൽ കുറഞ്ഞു കുടിച്ചാലും ബുദ്ധിമുട്ടുണ്ടാവും, അമിതമായാലും അത് പ്രയാസം ഉണ്ടാക്കും. അപ്പം ചിലരുണ്ട് കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞ് ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കും. അങ്ങനെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബോഡി വെയിറ്റിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതിയാകും. കിഡ്നി സ്റ്റോണിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ ഈ വ്യക്തിയിലെ വൺസ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കിഡ്നി സ്റ്റോൺ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഈ യൂറിൻ, ഞാൻ നേരത്തെ പറഞ്ഞു യൂറിൻ്റെ എക്സാമിനേഷൻ, യൂറിൻ്റെ ടെക്സ്ചർ എന്ന് നോർമൽ രീതിയിലേക്ക് വരുന്നോ അന്ന് വരെ ഈ വ്യക്തിയുടെ ശരീരത്തിൽ സ്റ്റോൺ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതുവരെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരത്തിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ചില ഫുഡുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചില ഫുഡുകൾ നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സാധാരണ നിലയിൽ നിലവിൽ നിങ്ങളുടെ കിഡ്നിയിലോ അല്ലെങ്കിൽ ബ്ലാഡറിലോ സ്റ്റോൺ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക ഫസ്റ്റ്. അതിന് മെഡിസിൻസ് എല്ലാം ഉപയോഗിക്കാം. ആയുർവേദത്തിലൊക്കെ നാച്ചുറൽ മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, അതിനെ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഈ കല്ല് രൂപപ്പെടാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെ റെസിഡ്യൂ മെറ്റീരിയൽ അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ആ രീതിയിൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആയുർവേദത്തിൽ കല്ലിനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, കല്ലിനെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് 2 രീതിയിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ഒന്ന് പുഷിങ് ടൈപ്പ് മെഡിസിൻ, അതായത് മരുന്ന് കഴിക്കുന്നു, ആ മരുന്ന് ഒരു പുഷിങ് ടൈപ്പ് മെഡിസിനാണ്. പുഷ് ചെയ്ത് നമ്മുടെ കല്ലിനെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യും. അതിനാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്ന ഒറ്റമൂലി എന്ന് പറയുന്നത്. പലരും ഒറ്റമൂലി മരുന്ന് കഴിച്ച് കിഡ്നിയിലെ സ്റ്റോണ് പോകാറുണ്ട്. പലരും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് അൺസാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവരുടെ കിഡ്നിയിലെ കല്ല് ഈ ഒറ്റമൂലി കഴിച്ച് പോകാറില്ല. അത് വാസ്തവത്തിൽ മറ്റൊന്നുമല്ല, മരുന്നിൻ്റെ കുഴപ്പമല്ല. മരുന്ന് നല്ല മരുന്ന് തന്നെയാണ്. ആയുർവേദത്തിലെ പുഷിങ് ടൈപ്പ് മെഡിസിനാണ് ഈ ഒറ്റമൂലി എന്ന് പറയുന്നത്. അതെല്ലാം നല്ലത് തന്നെയാണ്. അത് ആ മെഡിസിൻ കല്ലിനെ പുഷ് ചെയ്യുന്നുണ്ട്. ഒരു പുഷിങ് കിട്ടും. ആ പുഷിങ്ങിൽ എന്ത് ചെയ്യും, ഈ കല്ല് പുറത്തേക്ക് വരും. അപ്പോൾ ചിലരുടെ വരുന്നുണ്ട്, ചിലരുടെ വരുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഫാക്ടേഴ്സാണ് അതിനുള്ളത്. ഒന്ന്, കല്ലിൻ്റെ പൊസിഷൻ. കിഡ്നിയിലിരിക്കുന്ന കല്ലിൻ്റെ പൊസിഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ കല്ലിൻ്റെ സൈസും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കിഡ്നിയിൽ കല്ല് രൂപപ്പെടുന്ന ആ പൊസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പർ പോളിലും മിഡ് പോളിലും ഇരിക്കുന്ന കല്ല് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടിപ്പോരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയുടെ പുറത്തേക്കുള്ള എക്സിറ്റ് എന്ന് പറയുന്നത് മിഡിലാണ്. അപ്പോൾ അപ്പർ പോളിലും മിഡ് പോളിലും ഇരിക്കുന്നത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. എന്നാൽ ലോവർ പോളിൽ ഇരിക്കുന്ന സ്റ്റോണ് പുറത്തേക്ക് വരാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. അവിടെ സൈസ് കൂടുന്നതിനനുസരിച്ച് അത് ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പുഷിങ് ടൈപ്പ് മെഡിസിൻ അല്ലെങ്കിൽ ഒറ്റമൂലി കഴിക്കുന്നവർക്ക് ഈ ലോവർ പോളിലിരിക്കുന്ന സ്റ്റോണ് അത്ര ഈസി ആയിട്ട് പുറത്തേക്ക് വരണമെന്നില്ല. ഇനി സൈസ് കൂടിയാലും അത് വരാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അടുത്ത മെഡിസിനാണ് പൊടിച്ച് കളയുന്ന മെഡിസിൻ. അതാണ് ആയുർവേദത്തിലെ ഗ്രൈൻഡ് ചെയ്ത് കളയുന്ന മെഡിസിനും അവൈലബിൾ ആണ്. ഈ മെഡിസിൻ നമ്മൾ കഴിക്കുമ്പോൾ ഈ കല്ലിനെ എന്ത് ചെയ്യും, ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ച് യൂറിനിലൂടെ പുറത്ത് കളയും. അപ്പം ഈ മെഡിസിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒറ്റമൂലി കഴിച്ച് മാറിയില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഒറ്റമൂലി എല്ലാവർക്കും വർക്കൗട്ട് ആവില്ല. കാരണം കല്ലിൻ്റെ പൊസിഷനും കല്ലിൻ്റെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്ത് അത് വേരി ആയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒറ്റമൂലി കഴിച്ച് മാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഓപ്ഷനാണ് ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് കളയുന്ന മെഡിസിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, കല്ലിൻ്റെ സൈസ് പയ്യെ പൊടിഞ്ഞ് അത് പുറത്തേക്ക് പോകും. ഇങ്ങനെ വൺസ് നമ്മുടെ കിഡ്നിയിലെ കല്ലിനെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ യൂറിൻ്റെ ഈ ഫോം, ഈ ഒരു രീതി, പ്രവണത അല്ലെങ്കിൽ മട്ട് അടിയുന്ന ഒരു പ്രവണത ഇല്ലാതെയാക്കണം. അതിന് നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചില മരുന്നുകളുണ്ട്. ആ മരുന്ന് ഞെരിഞ്ഞിൽ ഇങ്ങനെ കുറേ ആയുർവേദത്തിൽ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഗുലറായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അങ്ങനെ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോൺ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. കിഡ്നി സ്റ്റോണിന് നിങ്ങൾ ഈ രീതിയിൽ മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏത് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താലും, ഈവൻ സർജറി ആണെങ്കിലും ലേസർ ആണെങ്കിലും ഏത് തന്നെ ഉപയോഗിച്ചാലും ഒന്നിൽ കൂടുതൽ വട്ടം മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നീൻ്റെ മസിൽസിനെയും അതേപോലെ കിഡ്നിക്ക് തന്നെ ഡാമേജ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഈസി ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ അങ്ങനത്തെ ഒരു സൈസും ക്രമാതീതമായിട്ട് വലിയ സൈസിലേക്ക് വന്നു, നമുക്ക് ഒരു രീതിയിലും അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സർജിക്കൽ റിമൂവൽ നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ്. എന്നാൽ
അതിനെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ സർജറിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. കിഡ്നി സ്റ്റോൺ ഉള്ളവർ എന്ത് ചെയ്യുക, മാക്സിമം നാച്ചുറൽ മെഡിസിനിലൂടെ തന്നെ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇത് സംബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അറിയുവാനോ സംശയങ്ങൾക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.